ഇത് ഒരു ആക്രമണം മാത്രമല്ല, വ്യാജങ്ങൾ പ്രചരിപ്പിക്കുക. ഒരാൾ പറഞ്ഞതിന്റെ പാതി മുറിച്ചെടുത്ത് അയാൾ ഒരു പ്രത്യേക മതത്തിനെതിരാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുക. അതായത് മതവികാരം വ്രണപ്പെടുത്തുന്ന ആളാണ് അയാൾ എന്ന് സ്ഥാപിക്കാൻ വേണ്ടി. അതായത് മുസ്ലിങ്ങൾ എല്ലാവരും തീവ്രവാദികളാ? അല്ലല്ലോ എന്ന ഒരു വാചകത്തിൽ നിന്ന് അല്ലല്ലോ കട്ട് ചെയ്ത് കളയാ. മുസ്ലിങ്ങൾ എല്ലാവരും തീവ്രവാദികളാ എന്നത് കട്ട് ചെയ്ത് പ്രചരിപ്പിക്കുകയാണ്. എന്ന് വെച്ചാൽ ഈ LDFന്റെ സ്ഥാനാർത്ഥി ഒരു മുസ്ലിം വിരുദ്ധയാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുക. എന്തുമാത്രം ഹീനമായ ചിന്തയിൽ നിന്നാണ് അത് വരുന്നത്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പ്രവാചകന്റെ കാലത്തുണ്ടായ മോശം സംഗതികളെ പ്രവാചകൻ തിരുത്തി, എന്നാൽ പ്രവാചകൻ തിരുത്തി മാത്രം കട്ട് ചെയ്തുകൊണ്ട് പ്രവാചകന്റെ കാലത്തെല്ലാം മോശം സംഗതികളാണ് എന്ന് പ്രസംഗിച്ചു എന്ന് പറയാണ്. പിന്നെ ഇവരുടെ എന്തോ ഒരു പോണോഗ്രാഫിക് വീഡിയോ പോലും ഇവിടെ പ്രചരിക്കുന്നുണ്ട്. ഞാൻ കണ്ടിട്ടില്ലല്ലോ, നിങ്ങൾ തരൂ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഫേസ്ബുക്കിൽ എഴുതുകയാണ്. ഇത് ഫേക്ക് ഐഡിയിൽ നിന്നല്ല വരുന്നത്. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. വളരെ ഒറിജിനൽ ആയിട്ടുള്ള ഐഡിയിൽ വന്നിട്ട് ആളുകൾ പറയുകയാണ് ഈ വിദ്വേഷം, ഈ പരിധി വിട്ട വാക്ക്. അപ്പൊ അത് നമ്മളെ ഒരു രാഷ്ട്രീയമായി ഭിന്ന ചേരിയിൽ നിൽക്കുമ്പോഴും ആരോഗ്യകരമായ ഒരു മത്സരം നിലനിർത്തുക എന്നുള്ള പ്രധാനമാണല്ലോ. അതിനപ്പുറം പോയിട്ട് എന്ത് വൃത്തിഹീനമായ മാർഗത്തിലൂടെയും നമുക്ക് അവരെ തോൽപ്പിക്കണം, വീഴ്ത്തണം, നമുക്ക് ജയിക്കണം എന്ന സംസ്കാരത്തിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ അത് അഡ്രസ് ചെയ്യപ്പെടേണ്ടതാണ്. അപ്പൊ അത് ഏതോ ചില ആളുകൾ ചെയ്യുന്നതാണ്. അതിന് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് ഉത്തരവാദിത്തമില്ല എന്നതിനെ സില്ലിയായിട്ട് സമീപിക്കാൻ പാടില്ല. ഇങ്ങനെ ചെയ്തിട്ടുള്ള വിജയം നമുക്ക് വേണ്ട എന്ന് പ്രഖ്യാപിക്കാൻ ഓരോ സ്ഥാനാർത്ഥിക്ക് കഴിയണം. ആ സ്ഥാനാർത്ഥി റെപ്രസെന്റ് ചെയ്യുന്ന പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ഏതാണോ അതിന് കഴിയണം. അത് കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഈ വ്യാജ പ്രചരണവും ഈ വൃത്തികേടുമല്ല. യെസ്, അതാണ്. രാഷ്ട്രീയ സാക്ഷരതയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം എന്നാണ് അറിയുന്നത്. അങ്ങനെ ഒരു സംസ്ഥാനത്ത് നിന്ന് ഈ രീതിയിലുള്ള ഒരു പ്രചാരണ രീതിയല്ല, പ്രചാരണ മാർഗമല്ല ഉപയോഗിക്കുന്നത്.